അത് തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ അമ്പുമാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം അപരവൽക്കരണത്തിന് ജാതിയുമായിട്ട് അതല്ലെങ്കിൽ ചാതുർവർണ്ണയവുമായിട്ട് ബന്ധമുണ്ട്. അതാണ് പ്രധാന കാരണം. ഒരുപക്ഷെ ആയിരിക്കാം, ഞങ്ങൾക്കതൊരു പുതിയ അറിവായിട്ടാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം താഴ്ന്ന വിഭാഗം, അതായത് കീഴാള ജനവിഭാഗങ്ങളിൽ നിന്ന് മതം മാറി വന്നതാണ് ജാതീയതയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒരുപക്ഷെ അതിൻ്റെ ബാക്കി നിലനിൽക്കുന്നതായിരിക്കാമെന്നാണ്. അത് ഇത്രമാത്രം വേരുകളുണ്ട് പ്രാചീന പുസ്തകങ്ങൾ എന്നൊക്കെ എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മാത്രം ആവണമെന്നില്ല. കാരണം ആഗോളതലത്തിൽ തന്നെ ഒരു നമ്മളിപ്പോൾ പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇസ്ലാമോഫോബിയ അല്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കിയത് പി.കെ. പൊഗറിൻ്റെ ഒരു പുസ്തകം വായിച്ച സമയത്താണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രിമോ ലെവി എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഹിറ്റ്ലറിൻ്റെ നാസി ക്യാമ്പിൽ പീഡനം അനുഭവിച്ച ഒരാളാണ്. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു. അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ എന്ന മറ്റേ പേര്. അപ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അകമ്പൻ എഴുതിയിട്ടുണ്ട്. നഗ്ന മനുഷ്യർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ഹിറ്റ്ലറിൻ്റെ ക്യാമ്പുകളിൽ, പീഡന ക്യാമ്പുകളിൽ ജീവിച്ച മനുഷ്യരെ പറ്റി. അവരെ ശാരീരികമായിട്ട് തന്നെ നഗ്നരാക്കുന്നതോടുകൂടി നമ്മുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ട്, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പീഡനങ്ങളും അനുഭവിച്ചു കഴിയുമ്പോൾ എന്തും ചെയ്യാൻ പ്രാപ്തരാകുന്ന ഒരു വ്യക്തികളായിട്ട് മാറുന്നുണ്ട് എന്നാണ് അകമ്പൻ പറയുന്നത്. നഗ്ന മനുഷ്യൻ എന്നുള്ള പ്രയോഗം എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ പ്രിമോ ലെവി പറയുന്നത് ഈ നഗ്ന മനുഷ്യർ എന്ന് വിളിക്കുന്ന ഈ വ്യക്തികൾ, അവരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അധികാരികൾ വിളിച്ചിരുന്നത് മുസൽമാൻ എന്നാണ് അത്ര. നമുക്കറിയാം ഹിറ്റ്ലറുടെ നാസി ക്യാമ്പിൽ ആരായിരുന്നു പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. അത് ജൂതരായിരുന്നു. പക്ഷെ അവർ വിളിച്ചിരുന്നത് മുസൽമാൻ എന്നാണ്. ഞാൻ ഒരു ഞെട്ടലോടുകൂടിയാണ് അത് വായിച്ചത്. അപ്പോൾ ഈ മുസൽമാൻ എന്നുള്ളത് അത്രമാത്രം നീചമായിട്ടുള്ള അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടേണ്ട വ്യക്തികളായിട്ട് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഈ ഒരു പുതിയ ഡെവലപ്മെൻ്റൊന്നും അല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. നമുക്ക് അത് ഒരു പക്ഷേ മുസ്ലിങ്ങളുടെ ഒരു സുവർണ കാലം, കുരിശുയുദ്ധ, ഒട്ടോമൻ സാമ്രാജ്യകാലം, അതിനെ അട്ടിമറിച്ച യൂറോപ്യൻസ്, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് വാസ്തവത്തിൽ മുസ്ലിങ്ങളോടുള്ള ഈ ഒരു ഐക്യവൽക്കരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും കോളനിവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂറോപ്യൻസ് തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന ഈ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പുസ്തകത്തിലും അത് പറയുന്നുണ്ടല്ലോ. അൻസാരി പോലുള്ളവർ അതിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ വരുമ്പോൾ പോർച്ചുഗീസ് പടയിലുണ്ടായിരുന്ന ബുക്കാനൻ, അതേപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഇറ്റാലിയൻ ചരിത്രകാരൻ, ഇവരൊക്കെ ഈ കൃത്യമായിട്ട് ഈ മുസ്ലിങ്ങളെ വളരെ നീചരായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ടെലിസ്കിന്നിൻ്റെ ചരിത്ര പുസ്തകം വരുന്നു. ഇതെല്ലാം പതുക്കെ ഒരു പക്ഷേ അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കാം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, ഓൾറെഡി നിലനിന്നിരുന്ന ഒരു മുസ്ലിം അപരവൽക്കരണം എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനുശേഷം വിഭജനത്തിൻ്റെ പൊഴിവുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം പതുക്കെ ഈ ഒരു അപരവൽക്കരണത്തെ കൂടുതലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ അമർത്യ സെന്നിൻ്റെ ഒരു സ്റ്റഡി, വളരെ ദീർഘമായിട്ടുള്ള ഒരു സ്റ്റഡി ബംഗാളിനെ ആസ്പദമാക്കി ഇവിടെ ഉണ്ടല്ല, ഈ പുസ്തകത്തിൽ ഉണ്ട്. വായിക്കാത്തവർക്ക് വായിച്ച മനസ്സിലാവും. വളരെ ദീർഘമായിട്ടുള്ള ബംഗാളിൽ 1.5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പ്രൊഡീജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനമാണ്. ആ പഠനത്തിൻ്റെ അവസാനം വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ വിഷയം, അതായത് സ്ത്രീ പദവി അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളത് ലിംഗത്തെ ഒരു പ്രത്യേക വേരിയബിളായി കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതാണ്. കാരണം അത് സ്ത്രീ എന്നുള്ള രീതിയിലല്ല അവിടെ
ഈ അപരവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പൊതുവെ ഏത് രീതിയിലാണ് അപരവൽക്കരിക്കപ്പെടുന്നത്, അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു സ്ത്രീ എന്താ പറയുക അപരവൽക്കരണം, അല്ലെങ്കിൽ സ്ത്രീ പദവി, സ്ത്രീയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ അദ്ദേഹം അവസാനം എത്തിച്ചേരുന്ന ഒരു നിഗമനം. ഈ എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റഡി എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ട് രാഷ്ട്രീയ, സാംസ്കാരിക, അക്കാദമിക മേഖലകളിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തത് എന്നാണ് അദ്ദേഹം പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ബംഗാളി എന്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് വന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അവസ്ഥ എന്താണ് എന്ന് പറയത്തിരട്ടായി അല്ലേ. പക്ഷെ അത് ബംഗാൾ സർക്കാർ അതത്ര ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എടുത്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്, അമർത്യ സെൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നത്. വാസ്തവത്തിൽ 27% മുസ്ലിങ്ങളുണ്ട് ബംഗാളിൽ. ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം 3 ദശകത്തോളം ഭരിച്ച ഒരു പ്രദേശമാണ്. ഇപ്പോഴും ഇന്ത്യയിൽ ആകമാനം നിലനിൽക്കുന്ന വിദ്യാധാരണകളെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പറയുന്നത് കേരളത്തിൻ്റെ സ്ഥിതി വേറെ ആയിട്ടാണ്. കേരളത്തെ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ കിടക്കി കളയുമെന്നുള്ളൊരു ഭയമാണ് ഒരുപക്ഷെ കേരളത്തിലുള്ളതെങ്കിൽ ഇന്ത്യയിൽ ആകപ്പാടെ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമില്ല, വിദ്യാഭ്യാസ ആഭിമുഖ്യം ഇല്ലാത്തവരാണ്. ഒരു അവസരം ഉണ്ടായിട്ട് അവർ പഠിക്കത്തില്ല, കാരണം എല്ലാവർക്കും പൊതു വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ മാത്രം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? വിദ്യാഭ്യാസ ആഭിമുഖ്യം ഇല്ലാത്തവരാണ് മുസ്ലിങ്ങൾ, പെറ്റുപെരുകുന്നവരാണ്, ജനസംഖ്യ സ്ഫോടനത്തിന് കാരണമാകുന്നവരാണ്, അവർ സ്ത്രീ പീഡകരാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് കൂടി വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി അന്വേഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ബംഗാളിലെ മുസ്ലിങ്ങൾക്ക്. വാസ്തവത്തിൽ അവർക്ക് ആധിക്യം ഉണ്ട്, ഈ കാലത്ത് വളരെ കൂടുതലായിട്ടുമുണ്ട്, വളരെ ഉത്സാഹമുണ്ട് പഠിക്കണമെന്ന്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ ഇത് തമ്മിൽ ചേരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ. ആദ്യം ലക്ഷക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളെ അവർ പഠിക്കുന്നത്, അതിനുശേഷം ഒരു 8000 കുടുംബങ്ങളെ വേർതിരിച്ചിട്ട് വളരെ ഡെപ്തിൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 80% മുസ്ലിം കുടുംബങ്ങൾക്ക് ദാരിദ്ര്യമായിട്ട് ഇത് ബന്ധമുണ്ട്. വിദ്യാഭ്യാസമില്ലായ്മ ബന്ധമുണ്ട്. വിദ്യാഭ്യാസമില്ലായ്മ പിന്നെയും ദാരിദ്ര്യത്തിലേക്ക്, ഇതൊരു വിശ്വ സർക്കിളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 80% ആലോചിക്കാൻ പറ്റില്ല. 80% മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളുടെ മാസവരുമാനം 5000-ൽ താഴെയാണ് അല്ലേ. 5000 രൂപ 2500 കിട്ടുന്നവർ വരെ അവിടെ പല കുടുംബങ്ങളും ഉണ്ടത്ര. അപ്പോൾ 80% മുസ്ലിം കുടുംബങ്ങൾക്കും മാസവരുമാനം 5000 രൂപയിൽ താഴെയാണ്. അതേപോലെ തന്നെ അവർ നടത്തിയ സ്റ്റഡിയിൽ അദ്ദേഹം നടത്തിയ ഒരു, എല്ലാവരും പഠിച്ചിട്ടില്ല എങ്കിലും 8000 കുടുംബങ്ങളെ പഠിക്കുന്നുണ്ട്. 8000 അല്ല, ലക്ഷക്കണക്കിന് പഠിക്കുന്നുണ്ട്. അതിൽ ഒരൊറ്റ ഡോക്ടറോ എഞ്ചിനീയറോ ഇല്ല. അവരുടെ ഏറ്റവും കൂടിയ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അധ്യാപകനാണ്. അധ്യാപകർ കുറച്ചൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ, ബ്ലോക്കുകളിൽ ഒക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, സ്കൂളുകൾ പോലും ഇല്ല. കൃത്യമായ കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവ്, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവ്, അതേപോലെ തന്നെ ദൂരം, ഇവർ പോയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്തിച്ചേരാൻ പറ്റാത്തത്ര ദൂരത്തിലാണ് പല സ്കൂളുകൾ. അതേപോലെ തന്നെ ആശുപത്രികൾ, ഹെൽത്ത് സെൻ്ററുകൾ ഒക്കെ വളരെ കുറവ് കമ്പയർ ടു. അപ്പോൾ ആ മുസ്ലിം ഭൂരിപക്ഷ ബ്ലോക്കുകളിലെ അല്ലാത്ത ആളുകൾക്കും ഇത് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. അവിടെ ആശുപത്രികൾ കുറവ്, ആശുപത്രികൾ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടേഴ്സ് ഇല്ലാത്ത ഈ ഹെൽത്ത് സെൻ്ററും ഇതൊക്കെ അങ്ങനെയൊക്കെയാണ്. ആശുപത്രികൾ ഇല്ലാത്ത, ഡോക്ടർമാരില്ലാത്ത ആശുപത്രികൾ.
സ്കൂളുകളിലാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള റേഷ്യോ മറ്റ് പ്രദേശങ്ങളേക്കാൾ വളരെ കുറവ്. വിദ്യാർത്ഥികൾക്ക് അനുസരിച്ചുള്ള അധ്യാപകർ ഇല്ല. ഡ്രെയിനേജ് സൗകര്യം മറ്റത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഡ്രെയിനേജ് സൗകര്യം വളരെ കുറവ്. പിന്നെ അതേപോലെ തന്നെ ഈ NRHM എന്ന് നമ്മൾ പറയുന്ന ഗർഭിണികൾക്ക് കൊടുക്കുന്ന ഫുഡ്, പോഷകാഹാരം, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകളൊന്നും അവിടെ ചെന്നെത്താത്തൊരവസ്ഥ പൂർണ്ണമായിട്ട് എന്നൊക്കെ വളരെ കുറവായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. റേഡിയോ, ടെലിവിഷൻ, പത്രമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവ്. അവർക്ക് ന്യൂസ് കിട്ടുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ മറിച്ചു. അവിടെയുള്ള പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ന്യൂസ് കിട്ടാനുള്ള സോഴ്സ്. ഇനി പുരുഷന്മാർ സാധാരണ കാർഷിക ജോലികൾ അല്ലെങ്കിൽ കാർഷികേതര ചെറിയ ജോലികൾ, വളരെ താഴ്ന്ന ജോലികൾ, സ്ത്രീകളുടെ ജോലികൾ ഇതൊക്കെയാണ് ഇന്ന് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ബീഡി കറുപ്പാണ് അവിടുത്തെ സ്ത്രീകളുടെ പ്രധാന ജോലി. അതല്ലെങ്കിൽ കൊല്ലപ്പണി, ആലകളിൽ പണിയെടുക്കുക, പാട്ട പെറുക്കി വിൽക്കുക, ഭിക്ഷാടനം, വീട്ടുജോലി, ഇതൊക്കെയാണ് അവിടുത്തെ സ്ത്രീകളുടെ ജോലി. അദ്ദേഹം കൃത്യമായിട്ട് കണക്ക് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും അദ്ദേഹം കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. കാണാതാവുന്ന പെണ്ണുങ്ങൾ എന്നുള്ളൊരു പ്രയോഗം അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കാണ്. അതിനെ കാണാതാവുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത്. കാണാതാവുന്ന പെണ്ണുങ്ങൾ സിനിമയിൽ കുറവാണ് എന്ന് പറയുന്നു. പെണ്ണുങ്ങൾ കാണാതാവാൻ കാരണം ഒന്ന് സെലക്റ്റീവായിട്ട് അബോർഷൻ ചെയ്യുകയാണ്. അതായത് അതല്ലെങ്കിൽ ചെറിയ ബാലമരണം സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം, പെൺകുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാണാതാവുന്ന പെണ്ണുങ്ങൾ ഈ സമുദായത്തിൽ കുറവാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിഗമനം മാത്രമാണ്. അതേപോലെ തന്നെ സാക്ഷരത എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയുന്ന അതല്ലേ നമ്മൾ എടുക്കുന്ന സാക്ഷരത. ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികളാണ് ആൺകുട്ടികളേക്കാൾ മുന്നിലുള്ളത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ അവസരം ഈ സമുദായം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല ആണ് വക്തത പറയുന്നത്. പെൺകുട്ടികളാണ് കൂടുതൽ വിദ്യാഭ്യാസം, അതായത് ഈ സാക്ഷരതയുടെ ലെവലിൽ മാത്രം എഴുതാൻ പഠിക്കാൻ വേണ്ട പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളാണ് കൂടുതൽ മുന്നിലുള്ളത്. 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയെങ്കിലും പെൺകുട്ടികളാണ് കൂടുതൽ. 10ാം ക്ലാസ് വരെയൊക്കെ പെൺകുട്ടികളാണ്. പക്ഷെ അത് കഴിയുമ്പോൾ പെൺകുട്ടികളില്ല. എന്തുകൊണ്ട്? അവിടം വരെ എങ്കിലും എത്താൻ പറ്റുന്ന ആൺകുട്ടികളെ എവിടെയെങ്കിലും അയച്ചുപെടും. അതായത് കോളേജിൽ നിന്ന് അടുത്തുണ്ടാവില്ല, കോളേജ് യൂണിവേഴ്സിറ്റിയിൽ കൂടെയായിരിക്കും. അപ്പോൾ അവിടെ വരെയെങ്കിലും എത്താൻ പറ്റുന്ന പെൺകുട്ടികളെക്കാൾ കുറവാണ് ആൺകുട്ടികൾ. പക്ഷെ അങ്ങനെ എത്തുന്ന ആൺകുട്ടികൾ അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് കുറവാണ് കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയും. കണ്ടെത്തലുകളാണ്. ഏജ് ഓഫ് മാരീഡിൻ്റെ കാര്യം, ഈ പെൺകുട്ടികളുടെ വേഗം വിവാഹിതരാകത്തും വലിയ വ്യത്യാസം ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പൊതുവേ 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണ്. വലിയ വ്യത്യാസം എന്നല്ല, 18.4 വിവാഹപ്രായം മറ്റും ഇത് കുറച്ചുകൂടി അത്രയും വ്യത്യാസം, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുടുംബ വലിപ്പത്തിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അംഗങ്ങൾ എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് അതായത് ആരോഗ്യ സേവനം കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾ അതിലൊന്നുമല്ല സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുടിവെള്ള ലഭ്യത കുറവാണ്, ഗ്യാസ് കിറ്റിൻ്റെ ലഭ്യത കുറവാണ്, ഡ്രെയിനേജ് സൗകര്യം ഞാൻ പറഞ്ഞു, കക്കൂസ്, ആ വിധത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. 25 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ട്, ആശുപത്രിയിൽ പ്രസവിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു വാചകമൊക്കെ എഴുതിയിട്ടുണ്ട്. മുസ്ലിം സമുദായം മറ്റെന്തില്ലെങ്കിലും സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ കണക്കാക്കുന്നതിൽ വഴികാട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻഫ്ലുവൻസ്. അതുപോലെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിനെ കൂടിയാണ്. അവരെന്തുകൊണ്ട് പുറകോട്ട് നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ നോക്കൂ, കേരളത്തിൽ
കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ആശുപത്രിയിൽ തന്നെ പ്രസവിക്കുന്നു, മറ്റെല്ലാ കാര്യത്തിലും ഒരു പിന്നിലെത്തിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മുസ്ലിം കുട്ടികളെ അന്തർലീനമായ കുറവുകളില്ല, അതറിയണമെങ്കിൽ തുല്യ അവസരങ്ങൾ അവർക്കും ലഭ്യമാകണം എന്നാണ്. ഹലീമ ബീവി പറഞ്ഞൊരു കാര്യം എടുത്ത് പറയുന്നത് 1927 പറയുന്നത് മതമല്ല പുരുഷാധിപത്യമാണ് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ പുരുഷാധിപത്യത്തിന് ഖുർആനോ ഹദീസോ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സാധ്യത അവിടെ തീർച്ചയായിട്ടും കിടക്കുന്നുണ്ട്. അതിപ്പോഴും നമ്മുടെ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ KP അബ്ദുള്ളക്കുട്ടിയുടെ വാചകം വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. വളരെ സുന്ദരമായൊരു വാചകം അദ്ദേഹം പറയുന്നത്, ബംഗാളിലും ആസാമിലും ബീഹാറിലും റൊട്ടിക്കും പാനിക്കും പറ്റമ്പായ എന്ന സമുദായത്തെ പള്ളി, പെണ്ണ്, പൗരത്വം തുടങ്ങിയ വിഷയങ്ങളുടെ പേര് മുത്തലാഖ് ചൊല്ലി അപരവൽക്കരണം തുടർന്നാൽ ഇന്ത്യ ചരിത്രത്തെ അത്താഴ വിരുന്നിന് വരുകയാണെന്ന് കരുതേണ്ടി. സുന്ദരമായൊരു വാചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. സച്ചിദാനന്ദ മാഷിൻ്റെ ലേഖനം വളരെ പ്രസക്തമാണ്. മാഷ് എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെയാണ്. മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ അനുഭാവമുള്ള ഒരു വ്യക്തിയാണ്. ചരിത്രത്തിലൂടെ എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തിയിരുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നതാണ്. ഒന്നാം ഉത്പർക്കത്തെ എഴുതിയ രാജസ്ഥാനത്തെ ക്ഷേത്രത്തെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ മുസ്ലിം എന്ന കവിത എഴുതിയാറാണ്. പക്ഷെ അദ്ദേഹം അതിലൊരു ഒരു വാചകം അറിയിട്ടുണ്ട്, പുരുഷാധിപത്യ പ്രവണത ഇസ്ലാമിൽ ഉണ്ട്, അതിന് ആഭ്യന്തര വിമർശനം നടത്തേണ്ടത് മുസ്ലിങ്ങളുടെ തന്നെ കടമയാണ്. കാരണം അല്ലെങ്കിൽ ഇത് ഫാസിസ്റ്റുകൾ ഉപകരണമാക്കും എന്നുള്ളത് പറയുന്നുണ്ട്. വിമോചന പരായണങ്ങൾ വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോർജപ്പ് എന്ന് പറയുന്നൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഫോർ ജെൻഡർ ഈക്വാലിറ്റി മുസ്ലിം സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പുരോഗതിയിൽ നിൽക്കുന്ന ഒരു കേരളത്തിൽ എന്തുകൊണ്ട് ആവശ്യം വരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതും കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് കേരളം ബംഗാളല്ല, അല്ലേ? കേരളം ബംഗാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് വ്യത്യാസത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളം അത്ര മുന്നോട്ട് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും നവോത്ഥാനം മറ്റ് സമുദായങ്ങളിൽ നടന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, കൃത്യമായിട്ടും നടന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, നാടകങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. ഇതൊക്കെ അതിന് ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെ അതിലൂടെ തന്നെയാണ് മുസ്ലിം സ്ത്രീക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു സാധ്യതയും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറത്തൊക്കെ മുസ്ലിം കുട്ടികൾ എത്രമാത്രം അവർ പ്രൊഫഷണൽസും അതിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതിന് കാരണം തീർച്ചയായിട്ടും ഈ ഒരു നവോത്ഥാനം മാത്രമല്ല, രാഷ്ട്രീയത്തിലും കൂടി നമുക്ക് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു ഭാഗഭാക്കാവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ബംഗാളിൽ അത് തീർത്തും ഇല്ല. രാഷ്ട്രീയത്തിലൊരു പങ്കുമില്ല, സാംസ്കാരിക രംഗത്തില്ല, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ, രാഷ്ട്രീയത്തിന് പങ്കാളിക്കുന്നതിന് നമ്മൾ ആ ചരിത്രം തന്നെ നോക്കിയാൽ അതിന് തീർച്ചയായിട്ടും പങ്കുണ്ട്. ആദ്യത്തെ കേരളത്തിൻ്റെ ഈ സ്പീക്കറായിട്ട് വരുന്നത് സി.ഡി. സാഹിബാണ്. അപ്പോൾ ഒരു മുസ്ലിമാണ്. അതിൻ്റെ ഇടയിൽ കളിച്ച കളികളൊക്കെ അതൊക്കെ വേറെ കാര്യം, പക്ഷെ അതിന് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ പങ്കാളിത്തമുണ്ട്, നവോത്ഥാനം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്, സാമ്പത്തിക പുരോഗതി തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത സമയത്ത് മുന്നിൽ ഗൾഫിൽ പോയി പണിയെടുത്ത് തങ്ങളുടെ മക്കളെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്തയോട് കൂടി കേരളത്തിലെ മുസ്ലിങ്ങൾ എത്രയോ ഗൾഫിൽ ജോലി ചെയ്ത ആളുകൾ, ഞാനൊരു ഗൾഫിലുള്ള സമയത്ത് ഇപ്പം എനിക്കോ കിട്ടിയിട്ടില്ല, എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ഇത് പൊരുതി നേടിയത് തന്നെയാണ്. ഇവിടെ ഒരു വിവേചനം ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയും വിവേചനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുസ്ലിങ്ങളെ ചുണ്ടിയിട്ട് പറയണത് എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ
കീഴടക്കും എന്നുള്ള രീതിയിലാണ് വാസ്തവത്തിൽ പറയുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ ആഗോള സ്റ്റാൻഡേർഡുകൾക്കൊപ്പമാണ് ആരോഗ്യ ലെവലുകളൊക്കെ കേരളത്തിൻ്റെ തന്നെ, അതേപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകളുടെയും. പക്ഷെ എന്തുകൊണ്ട് ഇവിടെയും ഒരു പോർച്ചത്തിൻ്റെ ആവശ്യം വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, കേരളത്തിൽ ഇത് ഈ രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ മുന്നേറ്റം ഉണ്ടായി, വിദ്യാഭ്യാസപരമായിട്ടും മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇതൊരു മൂലധന വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥയുടെ കൃത്യമായ സ്വീകർത്താക്കളായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുഭാര്യാത്വം കുറഞ്ഞു വരുന്നുണ്ട്. സ്ത്രീകളെ പെട്ടെന്ന് മൊഴി ചെല്ലുന്ന കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നില്ല, കുറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും വളരെ കുറവാണ് കമ്പയർഡ് ടു. പക്ഷേ അവിടെ വേറൊന്ന് സംഭവിക്കുന്നുണ്ട്. ഈ കമ്പോള ആർത്തിയുടെ ഒരു ഫലമായിട്ട് സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. സ്ത്രീക്ക് സ്വത്ത് കൊടുക്കാൻ അപ്പോൾ ഇസ്ലാം വരും. സ്ത്രീക്ക് സ്വത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ ചീൻ പുരുഷൻ്റെ കമ്പോള മനസ്സ് തന്നെയാണ് എന്ന് ഞാൻ പറയും. 5 സെൻറ്റിൻ്റെ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയും പെൺകുട്ടികളും അത്താൻ വെച്ച് കഴിഞ്ഞാൽ ആ 5 സെൻറ്റിൻ്റെ മുകളിൽ പോലും അവകാശം പറഞ്ഞു വരുന്ന പുരുഷന്മാർ, പെൺകുട്ടികൾക്കാണെങ്കിൽ ആ സ്വത്തിന് അവകാശം വേറെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന. അപ്പോൾ ഇത് മൂലധന വ്യവസ്ഥയുടെ സ്വാധീനം തരികയാണ് എന്ന് ആണ് എനിക്ക് പറയാറുള്ളത്. അപ്പം അതിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഈ കോർച്ചതിൻ്റെ ഇതിൽ ഞങ്ങൾ വിഘാടകയായിട്ട് കണ്ടുകൊണ്ടുന്ന ശരീബകാലത്തിനെയാണ് തമിഴ്നാട്ടിൽ പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് ശരീബകാലത്തിന് ഇവിടെ വരുമ്പോൾ ഇതെന്താണ് ഞങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നതന്നില്ല. കാരണം അവിടെ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. അവിടെയുള്ള പ്രശ്നം തലാക്ക് ചൊല്ലലും പൗരോഹിത്യത്തിൻ്റെ ഈ ഒരു എന്താ പറയുന്നത് സ്ത്രീകൾ തമ്മിലുള്ള പ്രയോഗങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഈ സ്വത്ത് എൻ്റെ സ്വത്ത് ഞാൻ എൻ്റെ മോൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഇന്നസെൻസ് പോലും അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. കൃത്യമായിട്ട് സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ശരിയാണ്. ഈ ഒരു ഇസ്ലാമിലെ പൗരോഹിത്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ മൗലവിമാരൊക്കെ യൂട്യൂബിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള വീഡിയോകൾ ഇന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഫാസിസ്റ്റുകൾ തന്നെയാണ്, യുക്തിവാദികൾ തന്നെയാണ്. യുക്തിവാദികൾ ഇന്ന് ഇസ്ലാമിനെ ആ രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മതം തകർന്നു പോകണം, ഈ മതം ഇല്ലാതാവണം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഇല്ലാതാവണമെന്നേ പറയുള്ളൂ. പക്ഷെ അവർ പറയുന്നത് വാസ്തവത്തിൽ ഈ മതം അന്ന് മനുഷ്യവിരുദ്ധമായിട്ടുള്ളത്. അങ്ങനെ പറയാൻ അവർക്ക് സാധിക്കുന്നത് ഈ കോലക്കുമാരുടെ വീഡിയോകൾ വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിനകത്ത് ആന്തരിക വിമർശനം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. പൗരത്വത്തിൻ്റെ 2 ലേഖനങ്ങൾ വിശദമായിട്ട് നേരത്തെ സേനപദം പറഞ്ഞു കഴിഞ്ഞു. റമിയ ഹരിദാസിൻ്റെയും പ്രാസാത്തിൻ്റെ കൃത്യമായിട്ട് മതം എങ്ങനെയാണ് തുടക്കത്തിലൊക്കെ വന്നിരുന്നത് ദേശം എന്നുള്ള രീതിയിലാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്നവർ പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നവർ എന്നുള്ള രീതിയിൽ ഒക്കെ ആയിരുന്നെങ്കിൽ പതുക്കെ വംശം വരുന്നു. ആസാമിൽ പിന്നെ വരുന്നു 2019 കൃത്യമായിട്ട് പദം പറഞ്ഞുകൊണ്ടുള്ള പൗരത്വം വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. ഹന്നാ ആരൻഡിൻ്റെ വാചകം ഞാൻ രാവിലെയും പറഞ്ഞതാണ്. അഭയാർത്ഥികളെ പറ്റി ഹന്നാ ആരൻഡ് പറഞ്ഞ ഒരു വാചകം, അവകാശങ്ങൾ ചോദിക്കാൻ പോലുമുള്ള അവകാശമില്ലാത്ത ആളുകളുടെ എണ്ണം. അവർ പറഞ്ഞ അവകാശങ്ങൾ ചോദിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ, those who are not having the right to ask their rights എന്ന് പറയുന്ന വിഭാഗങ്ങൾ കൂടിക്കൂടി വരുന്നു. അതുതന്നെയാണ് വനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദിവാസികളെ പറ്റി ഗാഡ്ഗിൽ പറയുന്നു. ഖനികൾക്ക് വേണ്ടി പുറത്താക്കപ്പെടുന്ന ദളിതരെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ, സ്ത്രീകൾ, തൊഴിലിടങ്ങളിലെ അഭയാർത്ഥികൾക്ക് നിലയിൽ നമുക്ക് വിളിക്കാവുന്ന അസംഘടിത തൊഴിലാളികൾ, തൊഴിലാളികൾ, ഇവരൊക്കെ കൂടിക്കൂടി വരുന്ന ഒരു ഇന്ത്യ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ആശാസമരം.
പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള അഭയാർത്ഥികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ കൂടിയാണ് ഇത് എന്നുള്ള ഒരു ഉണർത്തൽ കൂടി ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപരവൽക്കരണത്തിൻ്റെ ചന്ദ്രൻ്റെ അമ്പളികെ പവ എന്ന ഈ പുസ്തകം വായിക്കുക, കൂടുതൽ വായിക്കുക. സന്തോഷം എന്നെ ഉൾപ്പെടുത്തിയത്.